ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ ദൈവമക്കളെയും ഈ സ്വർഗീയ സന്ദേശത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില മിനിറ്റുകൾ മാത്രം ക്ഷമയോടെ ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ വചനത്തിൽ കൂടി സംഭവിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദീർഘ വർഷങ്ങളായി ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ കരഞ്ഞ് വിലപിച്ച് കാത്തിരിക്കുന്ന ആമേൻ ചില ദൈവമക്കൾക്ക് ഈ വചനങ്ങൾ ആശ്വാസവും സന്തോഷവും സമാധാനവും മാത്രമല്ല, ഈ വചനത്തിനകത്തടങ്ങിയിരിക്കുന്ന ആത്മിക വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും സംശയവും ഇല്ല. ആയതിനാൽ പ്രാർത്ഥനയോടെ ഈ വചനങ്ങൾ കേൾക്കാൻ ആമേൻ ദൈവം സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ തിരുവെഴുത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 5-ാം വചനം ഇപ്രകാരം പറയുന്നു: സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അർത്ഥം, എല്ലാ സന്ധ്യകളിലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ കരഞ്ഞുകൊണ്ടിരിക്കുമെന്നല്ല ബൈബിൾ പറയുന്നത്. എല്ലാ നാളുകളിലും എല്ലാ രാത്രിയിലും ദൈവ പൈതലെ നീ കരഞ്ഞുകൊണ്ടിരിക്കുമെന്നല്ല ദൈവം പറയുന്നത്. ഇന്നലെ നീ കരഞ്ഞു പ്രാർത്ഥിച്ച ആ രാത്രിയിലെ മറുപടി അടുത്ത പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ നീ കാണും. പ്രൈസ് ദി ലോർഡ്. ആകാശവും ഭൂമിയും മാറും, എങ്കിലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒന്നിനും മാറ്റമില്ല. ഇന്നലെ നീ കരഞ്ഞ വിഷയം, ഇന്നലെ നീ വിലപിച്ച വിഷയം, ഇന്നലെ നീ സങ്കടപ്പെട്ട വിഷയം, നീ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി അടുത്ത പ്രഭാതത്തിൽ സ്തോത്രം വഴി തെറ്റാതെ നിന്റെ ജീവിതത്തിലേക്ക് അതിൻ്റെ മറുപടി കടന്നു വരികയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതേ അധ്യായം തന്നെ 30-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു: സ്തോത്രം, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. വിലാപം നൃത്തമാകുന്ന ദിനങ്ങൾ, സ്തോത്രം, എഴുതിയിട്ടോ നിന്റെ ജീവിതത്തിൽ നീ കാണാൻ പോകുന്ന വിടുതൽ അത് അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകളാൽ നിന്റെ വിടുതൽ നീ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു: നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല, എല്ലാം ഉണ്ട്. പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, അതല്ലേ നിങ്ങളുടെ അവസ്ഥ? പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പുറമേ മനുഷ്യൻ കാണുമ്പോൾ സാമാന്യം പാർക്കാൻ തക്കതായ ഒരു ഭവനം, ദൈവത്തിന് സ്തോത്രം, സഞ്ചരിക്കാൻ തക്കതായ ഒരു ചെറിയ വാഹനം, ദൈവത്തിന് സ്തോത്രം, സാമാന്യം ധരിക്കാൻ നല്ല വസ്ത്രം, ഇങ്ങനെയുള്ള എല്ലാം പുറമേ ഉണ്ട്. പക്ഷേ മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ എല്ലാം നിന്റെ ജീവിതത്തിലുണ്ട്, നീ ഭംഗിയായിരിക്കുന്നു എന്ന് മനുഷ്യൻ പുറമേ കാണുമ്പോൾ, ആമേൻ, നിന്നോട് പരിശുദ്ധാത്മാവിനെ ചോദിക്കാനൊരു ചോദ്യമുണ്ട്. ആമേൻ, വിവിധങ്ങളാകുന്ന വിഷയത്തിൻ്റെ ക്രമത്തിൽ ആമേൻ നിന്റെ ഹൃദയം ഭാരപ്പെടുകയില്ലേ? ഹല്ലേലൂയ. മറ്റുള്ളവരോട് എങ്ങനെ ഞാൻ തുറന്നു പറയും എൻ്റെ വിഷയത്തെ? എൻ്റെ ഇല്ലായ്മ എങ്ങനെ ഞാൻ തുറന്നു പറയും? എൻ്റെ വേദനകൾ എങ്ങനെ ഞാൻ മറ്റുള്ളവരോട് തുറന്നു പറയും എന്ന് ചിന്തിച്ചിട്ട് അത് ഹൃദയത്തിനകത്ത് ആമേൻ നീറി പുകയുന്ന ഒരു അനുഭവത്തിൽ കൂടിയല്ലേ ആമേൻ നീ യാത്ര ചെയ്യുന്നത്? ഹല്ലേലൂയ. തളർന്നു പോകാതെ ഈ ദിവസങ്ങളിൽ ദൈവ പൈതലേ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തളരരുത്. പകുതി വഴിയിൽ വെച്ച് പ്രാർത്ഥന നിർത്തിക്കളയരുത്. അവൻ മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ആമീൻ നിന്റെ വിലാപത്തെ നൃത്തമാക്കി ആമീൻ ഹല്ലേലൂയ നിന്റെ ദേശത്ത് ആമീൻ നിന്നെ മാനിപ്പാൻ ദൈവത്തിന് പദ്ധതികൾ ഏറെയാണ്. ഹല്ലേലൂയ. തളർന്നു പോകരുത്. ഇന്ന് ആമേൻ ഈ മെസ്സേജിൽ കൂടി ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ഹൃദയംഗമായി പറയാനുള്ളത്, ആത്മിക ജീവിതത്തിനകത്ത് പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ തളർന്നു പോകരുത്.
സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, നൈൻ എന്ന പട്ടണം, നൈൻ എന്ന വാക്കിന്റെ അർത്ഥം സൗന്ദര്യം എന്ന്, അതല്ലെങ്കിൽ വളരെ മനോഹരമായിരിക്കുന്നത് എന്നാണ് നൈൻ എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ യേശു നൈൻ പട്ടണത്തിലേക്ക് കടന്നു പോകുമ്പോൾ സൗന്ദര്യം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പുറമേ സൗന്ദര്യമുണ്ട്, പുറമേ എല്ലാമുണ്ട്, പക്ഷേ അകത്ത് നീറിപ്പുകയുന്ന ഏതൊക്കെയോ വിഷയങ്ങൾ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നൈൻ പട്ടണത്തിലേക്ക് യേശു കർത്താവ് കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ഒരു വിധവയായ സ്ത്രീ അവളുടെ മകൻ മരിച്ച വേദന കൊണ്ട് അവൾ അത്തിച്ചത്തിൽ നിലവിളിച്ച് കരയുമ്പോൾ യേശു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഇന്ന് ഹല്ലേലൂയ ചിലരെ കണ്ടിട്ട് കർത്താവ് മനസ്സലിയുകയാണ്. വചനം സത്യമാണ്, വചനം ജീവിക്കുന്നതാണ്. ഹല്ലേലൂയ, വചനം മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. വചനം ദൈവത്തിന് രോഗികളെ സൗഖ്യമാക്കുന്നതാണ്. വചനം ഇന്നും ജീവിക്കുന്നു. ആകാശവും ഭൂമിയും മാറും എങ്കിലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. മാറ്റമില്ലാത്ത വചനം ഇന്ന് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ്. ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ചിലരെ കണ്ടിട്ട്, വിലപിക്കുന്ന ചിലരെ കണ്ടിട്ട്, വേദനപ്പെടുന്ന ചിലരെ കണ്ടിട്ട് കർത്താവ് മനസ്സലിയുകയാണ്. ദൈവമാരാണ്? അവൻ മനസ്സലിവിൻ്റെ ദൈവമാണ്. നിന്റെ വിഷയങ്ങളെ കണ്ട്, നിന്റെ ഹൃദയത്തിൻ്റെ വേദനകളെ കണ്ട് മനസ്സലിയുന്ന ഒരു ദൈവം. അവൻ്റെ പേര് കർത്താവായ യേശു. യേശു നിന്റെ തകർച്ച കാണുകയാണ്. യേശു നിന്റെ വിലാപം കാണുകയാണ്. ഹല്ലേലൂയ. നൈൻ പട്ടണത്തിലേക്ക് കടന്നു ചെന്ന് വിലപിച്ച് കരഞ്ഞ സ്ത്രീയോട് യേശു പറയുകയാണ്. യേശു ഇങ്ങനെയാ പറയുന്നത്: അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. യേശു അവളോട് കരയേണ്ട എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിലൊരു വിടുതൽ കർത്താവ് കണ്ടിട്ടുണ്ട്. ദൈവ പൈതലേ, നിന്നോട് ദൈവം കരയണ്ട എന്ന് ഈ വചനത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മറവിലൊരു വിടുതൽ ദൈവം കണ്ടിട്ടുണ്ട്. അതിന്റെ പിന്നിലൊരു വിടുതൽ ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു അടുക്കൽ ചെന്നു മഞ്ചം തൊട്ടു. അവളുടെ വിഷയവും അതാണ്. മഞ്ചത്തിനകത്ത് ഒരുവൻ കിടക്കുകയാ, മഞ്ചത്തിനകത്ത് ഒരുവൻ മരിച്ച് കിടക്കുകയാ. അത് അവളുടെ മകനാണ്. യേശു മഞ്ചത്തിലേക്ക് അടുത്ത് ചെന്നിട്ട് യേശു മഞ്ചം തൊട്ടു. എന്താ വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. യേശു മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ഇന്ന് ഞാൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഞാൻ ഇപ്രകാരം പറയുന്നു: യേശു മഞ്ചം തൊട്ടു. അർത്ഥം, അമ്മ കരഞ്ഞ വിഷയമേതോ ആ വിഷയത്തിൽ എൻ്റെ യേശു തൊട്ടു. ഹല്ലേലൂയ. നീ കരയുന്ന വിഷയത്തിൽ തൊടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ മെസ്സേജ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. ഈ വചനം നിന്റെ ജീവിതത്തിൽ വിടുതലായി മാറാൻ പോകുകയാണ്. വഴി തെറ്റാതെ, റൂട്ട് തെറ്റാതെ വിടുതൽ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ഭവനത്തിനകത്തിരുന്ന് നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ റൂട്ട് തെറ്റാതെ ഈ വചനത്തിന്റെ ശക്തി വിടുതലായി നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. യേശു അടുക്കൽ ചെന്ന് മഞ്ചം തൊട്ടു. നീ കരയുന്ന വിഷയത്തിൽ യേശു തൊടാൻ പോകുകയാണ്. അമ്മ കരഞ്ഞ വിഷയവും അതാണ്, തൻ്റെ മകൻ എന്ന വിഷയം. മക്കൾക്ക് വേണ്ടി കരയുന്നവരുണ്ടോ? മക്കളുടെ പിന്മാറ്റത്തെ ഓർത്ത് കരയുന്നവരുണ്ടോ? മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ പരാജയത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ടോ? ലക്ഷങ്ങൾ മുതൽ മുടക്കി തലമുറകളെ പഠിപ്പിക്കുമ്പോൾ, ലക്ഷങ്ങൾ മുതൽ മുടക്കി തലമുറകളെ ചികിത്സ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു വിടുതൽ കാണാതെ കരയുന്ന മാതാപിതാക്കൾ ഇന്ന് എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ യേശു ആ വിഷയത്തിൽ തൊടാൻ പോകുകയാണ്. നിന്റെ വിഷയം ഹല്ലേലൂയ. ആ വിഷയത്തിൽ എൻ്റെ കർത്താവ് തൊടുന്ന ദിവസമാണ്. അതിന് മാറ്റമില്ല, അതിന് മാറ്റം സംഭവിക്കുകയില്ല. കാരണം ഹല്ലേലൂയ, ദൈവവചനത്തിനു ബന്ധനമില്ല. ദൈവവചനത്തിന് ബന്ധനമില്ല. ദൈവവചനം ബന്ധനങ്ങളെ അഴിക്കുന്ന വചനമാകയാൽ ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. യേശു മഞ്ചത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് യേശു മഞ്ചം തൊട്ട്. അമ്മ കരഞ്ഞ വിഷയം ഏതോ, അമ്മ നിലവിളിച്ച വിഷയമേതോ, അമ്മ വിലപിച്ച വിഷയമേതോ, ആ വിഷയത്തിൽ എൻ്റെ തമ്പുരാൻ തൊട്ടു. ഇന്ന് നിന്റെ വിഷയത്തിൽ കർത്താവ് തൊടാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചെറുതും വലുതുമായ നിന്റെ വിഷയത്തിൽ എൻ്റെ യേശു തൊടുന്ന ദിവസമാണ്. ആരൊക്കെ തടസ്സം നിന്നാലും, ആരൊക്കെ വഴി മുടക്കിയാലും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ വിഷയത്തിൽ ഹല്ലേലൂയ, എൻ്റെ കർത്താവ് തൊടാൻ പോകുകയാണ്.
യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവം നിന്റെ ദേശത്ത് നീ കരയുകയില്ല, നിന്റെ സഭയിൽ നീ കരയുകയില്ല, നിന്റെ വീട്ടിൽ നീ കരയുകയില്ല, നിന്റെ ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും നടുവിൽ ഇനി തലകുനിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. കാരണം നിന്റെ വിലാപത്തെ എൻ്റെ ദൈവം ആമേൻ ഹല്ലേലൂയ നൃത്തമാക്കി തീർക്കാൻ പോകുകയാ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഈ വചനം ഇന്ന് പകൽക്കാലം ഹൃദയംഗമായി ഏറ്റെടുക്കുക. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശു നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നു. യേശു നിന്റെ തകർച്ചകളെ പണിയുന്നു. ഹല്ലേലൂയ. യേശു നിന്റെ ഇടിവുകളെ നികത്തുന്നു. യേശു നിന്റെ പരാജയങ്ങളെ വിജയകരമാക്കി മാറ്റാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് മുന്നോട്ട് പോകാൻ കഴിയും. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് ഭയപ്പെടേണ്ട കാര്യം ഇല്ല. ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നിന്റെ വിലാപം നൃത്തമായി തീരുന്ന ദിനങ്ങൾ അടുത്തു വരുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഈ വചനം കേട്ട, ഈ മെസ്സേജ് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി അവർ കരയാൻ എൻ്റെ തമ്പുരാൻ അനുവദിക്കല്ലേ. അവരുടെ കണ്ണുനീരുകളെ തുടച്ച് ഒരു സൗഭാഗ്യത്തിലേക്ക് ദൈവം തൻ്റെ മക്കളെ കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കൂ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. വചനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയോടെ ആമേൻ വിരാമമിടുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.